ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചാളമീൻ വാഴയിലയിൽ എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചാളമീൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു മസാല കൂട്ട് തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അതിനായി നമുക്കൊരു കോട്ടിംഗ് റെഡി ചെയ്യാം. ഇപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കീറിയത്, കുറച്ച് വെളുത്തുള്ളി, 1 സ്പൂൺ പെപ്പർ എന്നിവ മൂന്നും കൂടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ അങ്ങ് അരയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ പാതി മാത്രം നമുക്കിപ്പോൾ ഈ മീനിൽ തേച്ച് പിടിപ്പിക്കാൻ എടുക്കാം. ബാക്കി പാതി ഇലയിൽ വയ്ക്കാനുള്ള സ്റ്റഫ് റെഡി ചെയ്യുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് എടുക്കുകയാണ്. പിന്നെ പാതി നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനും വയ്ക്കണം. അപ്പോൾ എല്ലാ മീനിലും എരിവും പുളിപ്പും ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീരെ അങ്ങ് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ, അതിന് അത്ര ഒന്നും വേണ്ട. ഒരു 1/2 വേവ് അതിന് വേണ്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയും പിന്നെ കുറച്ച് മണത്തിനായും പിന്നെ ഫിഷിൻ്റെ തോലങ്ങ് കംപ്ലീറ്റായിട്ട് അങ്ങ് അടിയിൽ പിടിച്ചങ്ങ് പോവാതെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത്. നമുക്കിപ്പോൾ ഇതിലേക്ക് ഓരോരോ മീനുകളായിട്ട് വെച്ച് കൊടുക്കാം. മീൻ അതിൽ വയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്നൊരു അനക്കം കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ തീരെ അങ്ങ് അതിൻ്റെ തോലങ്ങ് ഒട്ടിപ്പിടിക്കില്ല. എനിക്കിത് എല്ലാം ഒരേ സമയത്ത് തന്നെ എൻ്റെ കയ്യിലുള്ള അത്ര മീനിനെയും അതിൽ ഒരേ സമയത്ത് തന്നെ ഇട്ട് പൊരിച്ചെടുത്തു. പൊരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് ഫ്രൈ ചെയ്യുന്നതല്ല. ആദ്യം പറഞ്ഞ പോലെ ഒരു 1/2 വേക്കാട് അത്ര തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ടോട്ടലായിട്ട് ഒരു 6-7 മിനിറ്റ് എണ്ണയിലങ്ങ് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വറുത്ത് കോരുകയാണ്. ഇപ്പോൾ അതേ കടായിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതോടൊപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളി, ഒപ്പം ഒരു 10-15 ചെറിയ ഉള്ളി കൂടെ ഇടണേ. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് സൂപ്പറായിരിക്കും. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം 2 പച്ചമുളക്, ആദ്യം മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ മിശ്രിതം അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ഇടുകയാണ്. ആദ്യം ഇടാമായിരുന്നു, ഞാൻ അപ്പോഴും മറന്നുപോയി. പക്ഷേ ഇപ്പോൾ ഇട്ടാലും തെറ്റൊന്നുമില്ല, അത് നന്നായിട്ടൊന്ന് കുക്കായിക്കോളും. ഇപ്പോൾ കുറച്ച് 2 തക്കാളി കേട്ടോ, 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഈ മിശ്രിതത്തിന് ആവശ്യമായ, നമ്മൾ ആൾറെഡി മീനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സോ അതെല്ലാം കുറച്ച് കെയർഫുള്ളായി നോക്കിയിടണം. ഇതിനാവശ്യമായ ഉപ്പ് മാത്രം എല്ലാം കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇലയിൽ വയ്ക്കാനുള്ള ആ ഒരു സ്റ്റഫ് റെഡിയായി. ഇപ്പോൾ ഇതിൽ ഞാൻ പാതി നാരങ്ങ നീരൂടെ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ ചേർത്തില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കഴിച്ചാലും അതും സൂപ്പറായിരിക്കും. എനിക്കിപ്പോൾ അങ്ങ് ചേർക്കണം തോന്നി അങ്ങ് ചേർത്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ സ്റ്റഫ് റെഡി. നമുക്കിതിനെ ഇലയിലോട്ട് എടുത്ത് വയ്ക്കാം. പക്ഷേ ഇല വാട്ടിയിരിക്കണം കേട്ടോ. ആദ്യമേ വാട്ടിയ ഇലയിൽ മാത്രമേ നമുക്കതിനെ കറക്റ്റായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്ത ആ സ്റ്റഫിൻ്റെ പാതി ഭാഗം മാത്രം ആദ്യം ഒരു ഫസ്റ്റ് കോട്ടിങ് പോലെ ഇടുക. അതിന് പുറത്ത് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീനുകൾ ഓരോന്നായിട്ട് അടുക്കി വയ്ക്കുക. അതിന് പുറമെ ബാക്കിയുള്ള സ്റ്റഫും കൂടെ കൊണ്ട് അതിനെ പൊതിഞ്ഞ് വയ്ക്കുക. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഫിഷൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ആ സ്റ്റഫിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇലയൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എൻ്റെ ഇല അല്പം കീറി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
നമുക്കിതിനെ വാഴനാര് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ പുറത്തങ്ങ് വച്ച് കൊടുക്കണം. 1-2 സ്പൂൺ ഓയിൽ മതിയാവും കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും കിട്ടും, നമുക്ക് ഇല കരിഞ്ഞു പോവാതെ നന്നായിരിക്കും. എൻ്റെ എണ്ണ അല്പം കുറച്ച് കൂടിയോന്ന് തോന്നുന്നു, നിങ്ങൾ കുറച്ച് ബ്രഷ് കൊണ്ടങ്ങ് അപ്ലൈ ചെയ്ത് വിട്ടാലും മതിയാവും. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ്സ് ഒരു സൈഡ് വേകണം, അടുത്ത് വീണ്ടും മറിച്ചിടണം 5 മിനിറ്റ്സ്. അങ്ങനെ മീൻ പൊള്ളിച്ചതിവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടിരിപ്പുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Till then, bye for now.